വാർത്താസമ്മേളന ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കടന്നാക്രമിച്ച് പി.വി. അൻവർ. സർക്കാരിനെ വിഷമാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുഹമ്മദ് റിയാസിനെയോ വീണയെയോ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു പി.വി. അൻവറിന്റെ പരിഹാസം. അൻവറിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ അൻവറിനെപ്പറ്റി മുള്ളും മുനയും വെച്ച് പിണറായി നടത്തിയ പ്രതികരണം എന്തിന്റെ സൂചന എന്നതാണ് ഇനിയുള്ള സസ്പെൻസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരമാവധി പ്രകോപിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് രാവിലെ പി.വി. അൻവർ നടത്തിയ പ്രതികരണങ്ങൾ. റിയാസിനെയും കടന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ വരെ അൻവർ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു. ഇപ്പൊ ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാലും, കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ടല്ലോ സ്ഥാനം ഒഴിയുമോ. അപ്പൊ അറിവില്ലായ്മയില്ലല്ലോ ഈ പറഞ്ഞ റിയാസിനായാലും മകൾ വീണക്കായാലും, അങ്ങനെയും ചെയ്യാലോ. പ്രകോപിതനായി മറുപടി നൽകില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെയും മുന്നണിയെയും കൂട്ടുപിടിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് CPIM-ഉം LDF-ഉം LDF സർക്കാരുമാണ്. സ്വാഭാവികമാണ്, ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് വരും. അപ്പോൾ ഞാനതിൽ എന്തെങ്കിലും പ്രകോപിതമായി മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. അതേസമയം പി ശശിയെപ്പറ്റി അൻവർ പുറത്തുവിട്ട പരാതിക്ക് അതേ നാണയത്തിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകി. അൻവറിനെപ്പറ്റി എന്തോ പറയാൻ മുതിർന്ന മട്ടിൽ തുടങ്ങിയ വാചകം മുഖ്യമന്ത്രി ചിരിയിൽ അവസാനിപ്പിച്ചതും ശ്രദ്ധേയമായി. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടാലോ. അതൊന്നും നല്ല മാർഗമല്ല. ആക്ഷേപങ്ങളെല്ലാം അവജ്ഞയോട് തള്ളുന്നുവെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അൻവറുമായി ബന്ധപ്പെട്ട മറുപടികൾ അവസാനിപ്പിച്ചത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.